എവിടെ കൊണ്ടുവച്ചിരിക്കേ ഫോണ് ചേട്ടാ. ആ ഇത് എവിടെ ഇരുന്നേട്ടാ? ഞാൻ ആ ഫാസിലിന്റെ കൂടെ ഒന്ന് പുറത്തു കൊണ്ടി വന്നു. ഫോൺ എവിടെ നിങ്ങളുടെ? ഫോണിലെ ചാർജ് കംപ്ലീറ്റ് തീർന്നു. ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. എന്താ അത്യാവശ്യം? ഒന്നും പറയണ്ട. എന്താന്ന്? ആ നശിച്ച പൂച്ചയില്ലേ, ആ പൂച്ച ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോ തലയിടണ കണ്ടോണ്ട് അതിനെ ഓടിച്ചു ഞാൻ. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടി. വൈകിട്ടത്തേക്ക് ഞാൻ മട്ടണൊക്കെ റെഡിയാക്കി വെച്ചതാ. അത് മുഴുവൻ തലയിട്ട് അത് തട്ടി മറിച്ച് കളഞ്ഞ്. ഒന്നും പറയണ്ട. ഏട്ടാ ഞാൻ എന്ത് ചെയ്യാനാ? ആ കുരുത്തം കെട്ട പൂച്ച ഉച്ചയ്ക്ക് ഞാൻ അതിനെ 100 ഇവിടുന്ന് ഓടിച്ചതാ. എങ്ങനെ തിരിച്ചു വന്നോ? എടി മന്ദപ്പേ, വാതിലും ജനലും തുറന്നിട്ടുണ്ട്. പിന്നെ പൂച്ച കയറാതിരിക്കുന്നതിന്റെ ഉള്ളില് ഭക്ഷണ സാധനങ്ങൾ വെക്കുമ്പോ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇത് എത്ര പറഞ്ഞാലും കേൾക്കൂല. ഇതിപ്പോ എന്റെ കുറ്റം കൊണ്ടാണോ? ആ നശിച്ച പൂച്ച ഏത് വഴി കേറിയെന്ന് എനിക്ക് ഒരു പിടിയില്ല. വാതിലൊക്കെ ഞാൻ അടച്ചിട്ടിരുന്ന. എന്തെങ്കിലും ഒന്ന് മേടിച്ചോണ്ട് പോയേട്ടാ. ഞാൻ ഈ പകല് മുഴുവൻ പോസ്റ്റിന്റെ മുകളിൽ കയറി അവസാനം വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാ മതി എന്ന് വിചാരിച്ചിട്ടാ വരുന്നത്. ആ സമയത്ത് ഭക്ഷണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടാ ജമന്തി. ഞാൻ എന്ത് ചെയ്യാനാ? ആ കുരുത്തം കെട്ട പൂച്ച ദുഷ്ടൻ. ഏട്ടാ എന്തെങ്കിലും ഒന്ന് വാങ്ങേട്ടാ, എനിക്ക് വിശക്കുണ്ട്. ഇനി ഈ നേരത്തെ ഞാൻ എവിടെ പോയിട്ട് വാങ്ങിക്കാനാണ്? കടയിൽ നിന്ന് കിട്ടുമല്ലോ. ആ മട്ടൻ പോയതില്ല എനിക്ക് സങ്കടം. ഒന്ന് പോയി വാങ്ങേട്ടാ. ആ തങ്കത്തിനടുത്ത് വല്ലതും ഉണ്ടോ ചോദിക്കുന്നു? പോയി ചോദിച്ചിട്ട് മനുഷ്യനോട് വിശന്ന് നിൽക്കുമ്പോഴാണ്. എന്താ വേണ്ട, പട്ടിണി കിടന്നോ? ആ ഒരു ദിവസം പട്ടിണി കിടന്നു എന്ന് വെച്ചാൽ അതൊന്നും പോവില്ല. ഞാൻ വിശക്കുന്നുണ്ട് ഏട്ടാ. ഏട്ടാ ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഇതെവിടെ പോയി ജന്തു? ഇനി നീ ഇങ്ങ് വാ, കാണിച്ചു തരാം ഞാൻ. എങ്ങനെ കിട്ടാനാണ്? എന്താ ജീവനുള്ള സാധനല്ലേ ഓടിപ്പോയി? പിന്നെന്തിനാ പുറകെ കിടക്കണേ? അതെ, ഇനിയെങ്ങാനും ആ സാധനത്തിന് എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ തല്ലിക്കൊല്ലും. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല ഏട്ടൻ എന്താ വല്ല വട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ വിചാരം? എനിക്ക് അറിയാനായിട്ട് ചോദിക്കുകയാണ്. ഈ ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ തുറന്നു വെച്ചിട്ട് അതിൽ പൂച്ച വന്ന് തലയിട്ടിട്ട് ആ സാധനം തിന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കേടാ വരിക നിങ്ങൾക്ക് അറിയാവോ? ഞാൻ തുറന്നു വെച്ചല്ലോ. നീ തുറന്നു വെക്കാൻ പിന്നെ ആരുടെ തുറന്നു വെക്കണത്? അത് പൂച്ചക്ക് കഴിയില്ലേ? പൂച്ച അങ്ങനെ തട്ടി മാറ്റിട്ടുണ്ടാവും. എപ്പ പറഞ്ഞാലും എന്തെങ്കിലും തർക്കൂത്തരം പറഞ്ഞോണ്ടിരിക്കും. അതിന് ഇത്ര ദേഷ്യപ്പെടണ എന്തിനാ? പൂച്ചയല്ലേ, അറിയാതെ വന്ന് കയറിയതായിരിക്കും. നിങ്ങൾ അതിന് ആവശ്യമില്ലാണ്ട് ഈ കണ്ണി കണ്ട സാധനങ്ങൾ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടാണ്, അത് തിന്നു കൊടുത്തിട്ടാണ് പിന്നെ കയറി വരുന്നതിനകത്തേക്ക്. ഏട്ടാ അങ്ങനെ മഹാഭാവം പറയരുതേ. പൂച്ചശാപം കിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അത് മിണ്ടാപ്രാണിയാ. വൃത്തികെട്ട ജന്തു. എനിക്ക് കണ്ട കലി വരും. ഒന്നുകിലും വാതിൽ അടച്ചിടുക, ഇല്ലെങ്കിൽ ഭക്ഷണ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂടി വെക്കുക. ഇത് ഒന്നും ചെയ്യൂല. ഈ കാര്യം ചെയ്യും. പൂച്ചയെ പേടിച്ച് ഈ വീടിന്റെ ചുറ്റിനും അങ്ങോട്ട് ഗ്രില്ലടിച്ചു വെക്കേ. അപ്പൊ പിന്നെ വരില്ലല്ലോ. നീ നിന്റെ പാട്ടിന് പോകണം. അല്ല പിന്നെ എന്താന്ന്? അയ്യോ വട്ടേ ഈ മനുഷ്യന്. ഇനി ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ. നിന്റെ ഒരു ഒടുക്കത്തെ പൂച്ചപ്രമ ഞാൻ കാണിച്ചു തരാം. ഇനി എങ്ങാനും അതെന്റെ കണ്ണിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അവസാനം എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. വൃത്തികെട്ട ജന്തു. കൊല്ലണം പറഞ്ഞു. അങ്ങനെ ഉണ്ട് ഒരു കളി. അളിയാ, ഞാൻ ആവശ്യമില്ലാതെ കമ്പുമായിട്ട് നീ എന്നെ കൊല്ലം പിടിക്കുന്നു നേരം വിളിക്കുമ്പോൾ പറയല്ലേ? ഓ, നിന്നെ കൊല്ലാൻ എന്തിനാണ്? അപ്പൊ നീ ജമന്തിയായിട്ട് വഴക്കിട്ട് വന്നതാ? ജയമന്തി ഒന്നും അല്ല. പിന്നെ നീ വൃത്തികെട്ട ജന്തു എന്ന് പറഞ്ഞതാ? ഏടേ ആ കാടൻ പൂച്ചല്ലേ, പാണ്ടുള്ള പൂച്ച, വെള്ളയും പാണ്ടൊക്കെ ഉള്ളേ. ഓ, ആ കറുപ്പിലെ ബ്ലാക്ക് ഉള്ളത്. ഓ അത് തന്നെ. അല്ല ആ പൂച്ച. അതെന്ത് ചെയ്തു രാവിലെ? അതിന്റെ മണ്ടയ്ക്ക് കയറാൻ എന്തെന്ന്? അതിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ലേ വീട്ടിന്റെ ഉള്ളില്? എടാ അതൊരു മിണ്ടാപ്രാണിയല്ലേ എളിയ, അതിനെങ്കിലും നീ ഒന്ന് വെറുതെ വിട്. അതിനെ വെറുതെ വിടണ വേണ്ടേ ഞാൻ തീരുമാനിക്കും. അയ്യോ വന്ന് ഇതിനോടും നിനക്കൊരു മനുഷ്യത്വമില്ല. മനുഷ്യനോടേ ഇല്ല, മൃഗങ്ങളോടെങ്കിലും എന്തെങ്കിലും ഒരു അലിവ് കാണിക്കും. എന്റെ അളിയ, നീ ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഈ വക സാധനങ്ങളൊക്കെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം, അതാണ് വേണ്ടത്. അല്ലാണ്ട് അതിന് ചോറും ചായയും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കേണ്ട സ്ഥാനത്തല്ല, അത് നേരെ അടുക്കളയിലേക്കൊക്കെ വലിഞ്ഞു കയറി വരും. എന്റെ കർത്താവേ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും ദിവസം രാവിലെ ഈ പൂച്ചകളെയും പട്ടികളെയൊക്കെ വിളിച്ച് നിന്റെ വീട്ടിൽ സൽക്കരിക്കും പോലെയാണല്ലോ. എൻ്റെ അളിയ, ഒന്നാമത് നീ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉള്ള ബാക്കി കാണില്ല. ആ തിന്ന ജീവിക്ക് ജീവനുണ്ടായിരുന്നെ അത് ശപിച്ചേനെ നിന്നെ. പിന്നെ എങ്ങനെയാണ് ഈ പൂച്ച അവിടെ തിന്നാൻ പറഞ്ഞത്? എടാ മന്ദപ്പ, വീട്ടിൽ ഞാൻ മാത്രമല്ലല്ലോ, ഞാൻ അങ്ങനത്തവനാണ്. ശരി, സമ്മതിച്ചു. വീട്ടിൽ വേറെ ആളുകളില്ലേ? അവൾ ഈ സാധനങ്ങൾ മുഴുവൻ ഈ പൂച്ചയ്ക്ക് കൊടുത്തിട്ട് പൂച്ച തിന്നിങ്ങനെ കൊടുത്തു വരില്ലേ? അയ്യോ, അത് അവളുടെ മനസ്സിന്റെ ഒരു അലിവ്. നിനക്കതൊന്നും ഇല്ലാതെ പോയി. അത് മിണ്ടാപ്രാണിക്ക് എന്തെങ്കിലും കൊടുക്കണം, നല്ലതെന്ന് തന്നെ ഞാനും പറയും. അവള് മാത്രമൊന്നല്ല, നീ ഇതിന് കാരണക്കാരനാണ്.
ഞാൻ എന്ത് ചെയ്തെന്ന്? നീ എന്തിനാണ് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പൂച്ചയ്ക്ക് ഈ സാധനങ്ങൾ ഇട്ട് കൊടുക്കണത്? അയ്യോ, ആ മിണ്ടാപ്രാണി വരുമ്പോൾ എന്തേലും ഞാൻ ലേശം അതിന് ഇട്ട് കൊടുക്കും, അതങ്ങ് തിന്നും, അതിനൊരു സന്തോഷം. അതിൻ്റെ പുണ്യം എനിക്ക് ദൈവം തരും. എൻ്റെ അളിയ മാത്രമല്ല, അളിയനൊരു കാര്യം അറിയാമോ? ഈ പൂച്ചകൾ വീട്ടിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ തട്ടി മാറി ആ പൂച്ചയിലേക്ക് പോകും. അതൊരു ശാസ്ത്രമാണ്. പിന്നെ വലിയ ശാസ്ത്ര. എനിക്കിതൊന്നും അറിയില്ല. എൻ്റെ പൊന്നളിയ, ഇന്നലെ ഒരു ഇത്തിരി മട്ടൻ ലിവർ അതും ഇല്ലാത്ത പൈസയും കൊടുത്ത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ജമന്തി ആണെങ്കിൽ അത് വളരെ നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. കഴിക്കാൻ വേണ്ടി ചെന്ന സമയത്തോ ഒരു തരിമ്പ് പോലും അതിൽ ബാക്കിയില്ല. മുഴുവൻ ആ പൂച്ച തിന്നു. അന്നേരത്തെങ്ങാനും അതിന് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിരുന്ന കണ്ടല്ലോ, അതിൻ്റെ പണി ആപ്പണ് കഴിയും. ഇപ്പം അതാ രാവിലെ ഒരു ഗ്ലാസ് കാപ്പി എടുക്കാൻ വേണ്ടി ചെന്നതാണ് അടുക്കളയിലേക്ക്. അപ്പണ്ട് പൂച്ച അവിടെ. പിന്നെ അതിന് എന്ത് ചെയ്യും ഞാൻ? അളിയാ, ഇതേ ഈ പൂച്ച ഇങ്ങനെ വരുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്നേഹത്തോടെ ഇട്ട് കൊടുത്താൽ അതിങ്ങനെ വന്ന് മോഷ്ടിക്കത്തില്ല. ഇപ്പം ഞങ്ങളെ വീട്ടിൽ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കണോണ്ട് ഞങ്ങളെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്നില്ലല്ലോ. അപ്പോൾ അതാ പറഞ്ഞത്. മാത്രമല്ല, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജീവികൾ വേണം അളിയാ. കുറച്ച് കോഴിയോ മൃഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാ. അതെങ്ങനെ അതിനെ വളർത്താനുള്ളൊരു സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാവണം, അതിനൊരു താല്പര്യം ഉണ്ടാവണം. നിനക്കതൊന്നും ഇല്ലല്ലോ. നീ നിന്റെ ജോലി നോക്കി പോയിന്റ് ക്ലീറ്റോ. ഇത് തന്നെ ഈ മൃഗ സ്വഭാവം തന്നെ ഇവനുള്ളത്. തങ്കം, നീ തങ്കം, നീ തങ്കം. അയ്യോ, ചിരിക്കാതെ എന്ത് പറയാ. അറിഞ്ഞോ നീ, എന്റെ ആങ്ങളെ കനകന്റെ കരൾ പോഷണം പോയി. സത്യം. എന്ത് കരള്? എടി, അവന്റെ കരള് കാണാനല്ലേ മോഷണം പോയിന്ന്. അവന്റെ കരള് ചമ്മന്തിയല്ലേ? ചമ്മന്തിയാ? ചമ്മന്തിയല്ലേ? ഓ, അതൊന്നും അല്ലടി. ഇന്നലെ എങ്ങാണ്ടോ ഇവിടെന്തോ ആട്ടിൻ ലിവർ മേടിച്ചുകൊണ്ട് വന്നിട്ടേ അത് വരട്ടി വെക്കോ എങ്ങനെയൊക്കെ വേവിച്ചു. അത് ഒടുവിൽ ഏതോ പൂച്ച കട്ടോണ്ട് പോയിന്ന്. തമ്പുരാനെ, ആ കള്ളിപ്പൂച്ച. ഏയ്, ആ പൂച്ച അങ്ങനെയൊന്നും ചെയ്യില്ല. അവ അതൊന്നും പറഞ്ഞ അവിടെ ഓടി നടക്കണേ. ആ പൂച്ചയല്ല. പിന്നെ ആ പൂച്ച അല്ല, നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ പൂച്ച എടുത്തിട്ട് പോണത്? ആ പൂച്ച അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എനിക്കറിയാം. അത് മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്നിട്ട് നമ്മൾ കൊടുക്കണം, കഴിച്ചിട്ട് പോകും. ഇഷ്ടല്ല പൂച്ചനെ, ഞാൻ എന്നെ കണ്ടാ തല്ലിക്കൊല്ലി. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ട്, അവൻ ഈ ലിവർ എന്ന് പറയുന്ന സാധനം മേടിച്ചല്ലോ. എന്നെ കണക്കിൽ വെക്കണ്ട. നീയുണ്ട്, തക്കളി മോളുണ്ട്. ഒരു ലേശം ഇങ്ങോട്ട് തരണമെന്ന് അവന് തോന്നിയില്ലേ? എനിക്ക് ഇഷ്ടല്ല. അതൊന്നും പറയണ്ട. ഇത് കർത്താവ് മേളി ഇരുന്നോണ്ട് കണ്ട് കർത്താവ് പൂച്ചയുടെ രൂപത്തിൽ വന്ന കാര്യം. പിന്നെ കർത്താവിന് പൂച്ചയുടെ രൂപത്തിൽ നടക്കലല്ലേ പണി. എന്തായാലും അവന് പണി കിട്ടിയില്ല, എനിക്ക് സന്തോഷമായി അവന്റെ ലിവർ. പക്ഷെ ആ പൂച്ച അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ആ പൂച്ച അങ്ങനെ ചെയ്യും. ഇവിടെ കേറിയിട്ടുണ്ടല്ലോ, തക്കളിവാക്ക് കുടിക്കാൻ വെച്ച പാലില് തലയിട്ടത്. അത് എന്നും ഞാൻ ഡേറ്റ് വൃത്തിയായിട്ട് ഓർക്കണമെന്നില്ല. അതിപ്പോ ഒരു ദിവസം ഉള്ള കാര്യമാണെങ്കിൽ അത് ആ പൂച്ചയൊന്നുമല്ല, അവക്ക് കുടിക്കാൻ വയ്യ വയറുവേദന പറഞ്ഞ് കൊണ്ടുവന്നപ്പം ഞാൻ കുടിച്ചതാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണക്കമീൻ എടുത്തിട്ട് ഓടിയതോ? ഞാൻ എന്നിട്ട് കൈ കിട്ടിയ വിറകെടുത്തെറിഞ്ഞപ്പോൾ അത് അവിടെ ഇട്ടിട്ട് പോയി കളഞ്ഞത്. നീ ഉണക്കമീനിന്റെ കഥ എൻ്റെ അടുത്ത് കള്ളതൊന്നും പറയണ്ട. തക്കളി എന്നോട് പറഞ്ഞ് ഡാഡിക്ക് വെച്ചിരിക്കുന്ന ഉണക്കമീന് മമ്മിക്ക് കൊതി കൂടുമ്പോൾ അതെടുത്ത് തിന്നിട്ട് പൂച്ചയുടെ പേര് പറയാറുണ്ട്. ഇല്ലേടി? പിന്നെ തന്നോണ്ടല്ലോ കള്ളം പറയണത്. ചെയ്തിട്ടില്ല. പിന്നെ ആ പൂച്ച അങ്ങനെ ചെയ്യലടി. അതാണെങ്കിൽ നമ്മൾ അവിടെ വന്നിരുന്ന് എന്തെങ്കിലും കൊടുത്ത് അത് തിന്നും, പിന്നെ ഒരു ഇങ്ങനെ ചിരിച്ചിട്ടങ്ങ് പോകും. അല്ലാതെ അങ്ങനെയും ചെയ്യില്ല. സത്യം പറഞ്ഞാലേ വീട്ടിൽ പൂച്ച വേണം. പൂച്ചയുടെ വലിയൊരു ശാസ്ത്രമുണ്ട്. എന്ത് ശാസ്ത്രം? പൂച്ച വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഐശ്വര്യം. പിന്നെ പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ അതിലും ഐശ്വര്യം. പിന്നെ പൂച്ച വന്ന കല്യാണം നടക്കുമെന്നൊക്കെ പറയാറുണ്ട്. എന്റെ അച്ഛൻ വീരഭദ്രൻ നായർ ഹവീൽദാര്. അതുകൊണ്ട് എന്നോട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പറയരുത്. നിങ്ങൾക്ക് നാണാവില്ല ക്ലീറ്റോ, നിങ്ങളൊരു രാഷ്ട്രീയക്കാരനല്ലേ? എടേ, എനിക്ക് അനുഭവങ്ങളുണ്ട്. പിന്നെ പാലായിൽ അപ്പച്ചൻ്റെ ഒരു കഥ നിനക്കറിയാമോ? അപ്പച്ചൻ എന്നും വീട്ടിന്റെ മറുവശത്ത് ചായ കുടിക്കാൻ പോണൊരു കടയുണ്ട്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പോണ ഹൈവേ, വണ്ടികൾ എപ്പോഴും വരുന്നതാ. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ച ഇങ്ങനെ അപ്പച്ചൻ്റെ കൂടെ എപ്പോഴും നടക്കുമായിരുന്നു. ഒരു ദിവസം അപ്പച്ചൻ റോഡ് ക്രോസ് ചെയ്ത് ചായ കുടിക്കാൻ പോയപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ പോണതിന് മുന്നേ പൂച്ച ഒറ്റ പോക്ക് ഒരു വണ്ടി വന്ന് ഇടിച്ചു, പൂച്ച മരിച്ചു. അങ്ങനെ അപ്പച്ചൻ ആ പൂച്ച വണ്ടി ഇടിക്കുന്നത് നോക്കി നിന്നുകൊണ്ട് അപ്പച്ചൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരേ പൂച്ചനെ കൈ പിടിച്ചിട്ട് പോയാൽ മതിയല്ലോ എവിടെയും പോകുമ്പോൾ. അതിപ്പോ പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും മൃഗങ്ങളിലൂടെ നമുക്ക് പറഞ്ഞ അപകടങ്ങൾ മാറുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്തായാലും എനിക്ക് സന്തോഷമായി. അവന്റെ കരള് പോയല്ലോ. അവനെ അങ്ങനെ തന്നെ വേണ്ട. നിങ്ങൾക്ക് കിട്ടിയോ എന്നിട്ട് ആ കരള്? കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലെങ്കിലും അവനും കിട്ടിയില്ലല്ലോ. അത് മതി. എനിക്ക് വേണമെന്നില്ല, മറ്റുള്ളവനും കിട്ടരുത്. അവൻ തിന്നരുത് അങ്ങനെ. അവൻ കാണിക്കാൻ മോശമല്ലേ?